السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. കഴിഞ്ഞ ആയത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്നതിനെക്കുറിച്ച് മലക്കുകളോട് അവൻ അറിയിച്ചതും മലക്കുകൾ അതിന് തിരിച്ച് പറഞ്ഞ ചോദ്യവുമാണ് നമ്മൾ പഠിച്ചത്. മലക്കുകൾ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അത്തജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് അള്ളാഹു നീ അവിടെ ആക്കുന്നത്? ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിന്നെ മഹത്വപ്പെടുത്തുന്നുണ്ട്, നിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കുള്ള മറുപടിയായി പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. കഴിഞ്ഞ ദർശനം നമ്മൾ പറഞ്ഞിരുന്നു, മനുഷ്യരെ പഠിച്ചതുകൊണ്ടുണ്ടായ ഹിക്മത്തുകൾ ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പഠിച്ചത് വെറുതെ അല്ല, അതുകൊണ്ട് മാത്രം പ്രകടമായ അനേകം ഖൈറുകളുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ സൃഷ്ടികളിൽ പ്രകടമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചാണ്. ശരി, മലക്കുകളെ അവരുടെ ഈ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഞങ്ങൾ ഈ രൂപത്തിലൂടെ ജീവിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് മറ്റൊരു വിഭാഗത്തെ ഭൂമിയിൽ ഖലീഫമാരാക്കുന്നത്? മുഫസ്സിരീങ്ങൾ ചില പറഞ്ഞതുപോലെ, ഞങ്ങളെ അവിടെ ഖലീഫമാരാക്കിയാൽ അതിനേക്കാൾ നന്നാകുമല്ലോ എന്ന വ്യംഗമായ നേർക്കുനേരെയല്ലെങ്കിലും ഒരു സൂചന അവരുടെ ചോദ്യത്തിലുള്ളതുപോലെ. അപ്പോൾ എന്താണ് മലക്കുകളിൽ നിന്ന് മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്ന കാര്യം? അത് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. വഅല്ലമ, അല്ലമ പഠിപ്പിച്ചു, അലിമ പഠിച്ചു, അല്ലമ പഠിപ്പിച്ചു. വഅല്ലമ ആദമ, അല്ലേ? ആദമു എന്നല്ല പറഞ്ഞത്, ആദമ. എന്താ ആദമ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വ്യത്യാസം? വഅല്ലമ ആദമു എന്ന് പറഞ്ഞാൽ ആദം പഠിപ്പിച്ചു എന്നായി. വഅല്ലമ ആദമ എന്ന് പറഞ്ഞാലോ ആദമിനെ പഠിപ്പിച്ചു എന്നായി. ആര് പഠിപ്പിച്ചു? അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. വഅല്ലമ ആദമ അൽ അസ്മാഅ. അസ്മാ ജംഉ ഇസ്ം. എന്താ അസ്മാ? പേരുകൾ, നാമങ്ങൾ പഠിപ്പിച്ചു. വഅല്ലമ ആദമ അൽ അസ്മാഅ കുല്ലഹ. അറബി ഭാഷയിൽ അലിഫ്ലാം ഈ രൂപത്തിൽ വന്നാൽ വഅല്ലമ ആദമ അൽ അസ്മാ, അള്ളാഹു ആദമിനെ പേരുകളെല്ലാം പഠിപ്പിച്ചു എന്ന് അൽ അസ്മാ അലിഫ്ലാം വന്നതോടുകൂടി തന്നെ അതിൽ സൂചനയുണ്ട്. വഅല്ലമ ആദമ അൽ അസ്മാ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം അള്ളാഹു ആദമിനെ എല്ലാ പേരും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഊന്നി പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കി പറയണം, വഅല്ലമ ആദമ അൽ അസ്മാഅ കുല്ലഹ, എല്ലാ പേരുകളും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ച് നൽകി. ഈ ആയത്തിൻ്റെ തഫ്സീർ മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു, ആദമിന് പഠിപ്പിച്ചു കൊടുത്തത് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ മലക്കുകളുടെയും പേരുകളാണ്, അതുപോലെ തന്നെ മനുഷ്യരുടെ സന്താനങ്ങളുടെ പേരുകളാണ്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു അലം. അങ്ങനെ ഇന്നത് പഠിപ്പിച്ചു, ഇന്നത് മാത്രം പഠിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദമിന് ആവശ്യമായി വേണ്ടത് എന്തെല്ലാം ഉണ്ടോ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ആവശ്യമായത് എന്തൊക്കെയുണ്ടോ, വഅല്ലമ ആദമ അൽ അസ്മാഅ കുല്ലഹ, എല്ലാം പഠിപ്പിച്ചു. ചില താബിഈങ്ങൾ വിശദീകരിച്ചതുപോലെ ആളുകൾ പാത്രങ്ങൾ, പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. ഭക്ഷണത്തലികയുണ്ട്, ചട്ടിയുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും പേരുകൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. തലിക വേറെ തന്നെയാണ്, ഇത് വേറെ തന്നെ, ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ. ഇങ്ങനെ പേരുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ആദമിന് പഠിപ്പിച്ചു നൽകി. ഈ ആയത്ത് ഉമൂമിനെയാണ് അറിയിക്കുന്നത്. ഉമൂം എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ പേരുകളും. അള്ളാഹു ഒരു കാര്യം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ഇന്നത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രത്യേകം തെളിവ് വേണം. അള്ളാഹു സുബ്ഹാനഹു തആല തഅമീം ചെയ്തു പറഞ്ഞത്, അതായത് എല്ലാം എന്ന് പറഞ്ഞത് അതിൽ ഇന്നത് ഒഴിവാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തെളിവ് വേണം. തെളിവില്ലാതെ ഇത് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ കലാമാണിത്.
വഅല്ലമ ആദമ അൽ അസ്മാഅ കുല്ലഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. ثم عرضهم على الملائكة ثم പിന്നീട് عرضهم عرض അല്ല അത് അറദ കാണിച്ചു കൊടുത്തു. അറദ അറദ എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു, കാണിച്ചു. ഇവിടെ നമ്മൾ മറ്റേ എക്സിബിഷൻ എന്താ പറയുക, മഅറദ് അറിയില്ല അല്ലേ? മഅറദ് അറദഹും അല്ലാഹു സുബ്ഹാനഹു വതആല അറദഹും അവരെ പ്രദർശിപ്പിച്ചു. ഹും എന്നുള്ള വാക്ക് പൊതുവെ ആഖിലിന് പറയാവുന്ന വാക്കാണ്. ഹും എന്നുള്ളത് എന്താ ഒരർത്ഥം? അവർ എന്നാണ്. അള്ളാഹു അവരെ പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. ഇതാണ് ചില മുഫസ്സിരീങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു മലക്കുകളുടെ പേരാണ്, മനുഷ്യരുടെ പേരാണ് പഠിപ്പിച്ചത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അവർ പറഞ്ഞു സുമ്മ അറദഹും അവരെ കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അവർ എന്ന് പറയണമെങ്കിൽ ഇത് ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കണം, വസ്തുക്കളാകാൻ പാടില്ല. വസ്തുക്കളാണെങ്കിൽ സുമ്മ അറദഹ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല സുമ്മ അറദഹും എന്നാണ് പറഞ്ഞത്, അവരെ കാണിച്ചു കൊടുത്തു. അത് പറഞ്ഞ ആളുകൾ തിരിച്ചു പറഞ്ഞു, അല്ല, അങ്ങനെ നിർബന്ധമില്ല. മനുഷ്യരും അല്ലാത്ത വസ്തുക്കളും ചേർന്ന് നിൽക്കുന്ന ഒരു സംഘത്തെ ഉദ്ദേശിച്ചു പറയുമ്പോൾ അറദഹും എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. ആദമിന് അല്ലാഹു മനുഷ്യരുടെ പേരും പഠിപ്പിച്ചിട്ടുണ്ട്, മലക്കുകളുടെ പേരും പഠിപ്പിച്ചിട്ടുണ്ട്, വസ്തുക്കളുടെ പേരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലുമുള്ളത് ബുദ്ധിയുള്ള, അറിവുള്ള മലക്കുകളും മനുഷ്യരുമാണ്. അതോടൊപ്പം വസ്തുക്കളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെ പരിഗണിച്ചുകൊണ്ട് അറദഹും എന്ന് പറഞ്ഞു. അത് ഖുർആനിലെ പൊതുവായ ശൈലിയാണിത്. അതായത് അറബി ഭാഷയുടെയും ശൈലിയാണ്. നമ്മൾ മനുഷ്യരെയും അതല്ലാത്ത വസ്തുക്കളെയും ജീവനുള്ളതും ഇല്ലാത്തതായ വസ്തുക്കളെയും ഒക്കെ ഉദ്ദേശിക്കുമ്പോൾ മനുഷ്യരെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഹും എന്ന് പ്രയോഗിക്കാം. അതിൽ ചിലപ്പോൾ മനുഷ്യരല്ലാത്ത വസ്തുക്കളും ഉള്ളത് അറബി ഭാഷയുടെ പ്രയോഗമാണ്. ആക്കിൽ ഗൈറ ആക്കിൽ എന്ന് പറയും നമ്മൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ നഹ്വുൽ പഠിക്കുക. സുമ്മ അറദഹും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്തു. സുമ്മ അറദഹും അലാ അൽ മലായിക, മലക്കുകൾക്ക് അല്ലാഹു ഈ പറഞ്ഞതെല്ലാം കാണിച്ചു കൊടുത്തു. ഫഖാല, എന്നിട്ട് ഖാല, ഖാലമൻ ഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞു. ഫഖാല അംബിഊനി, അംബിഊനി, അംബഅ, നബഅ എന്ന് പറഞ്ഞ വാക്കെന്നാ വൃത്താന്തം. സൂറത്തുൻ നബഅ ഇല്ലേ? അംബിഊനി വൃത്താന്തം പറഞ്ഞ ഒരു കാര്യം അറിയിക്കലാണ്. അംബിഊനി, അംബി, അംബി എന്ന് പറഞ്ഞാൽ ഏതാ ഫിഅല്? അമ്രാൻ. അംബഅ, അംബിഊനി, അംബിഊ എന്ന് പറഞ്ഞാലോ അംബി എന്ന് പറഞ്ഞാൽ ഒരാൾ, അംബിഊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കുറേ ആൾക്കാർ. അംബിഊനി എന്നെ അറിയിക്കും, അത് എനിക്കറിയിച്ചു തരും. അംബിഊനി നിങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ. അംബിഊനി ബി അസ്മാഇ ഹൗല, ബി അസ്മാ പേരുകളെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരൂ. ഏതിൻ്റെ പേരുകൾ? ഹൗലായി ഇക്കൂട്ടരുടെ അല്ലെങ്കിൽ ഇവയുടെ പേരുകൾ എനിക്ക് നിങ്ങൾ അറിയിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിന് പഠിപ്പിച്ചു കൊടുത്തു മലക്കുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ. എന്നിട്ട് അല്ലാഹു ആദമിനോട് മലക്കുകളോട് പറഞ്ഞു, അംബിഊനി ബിഅസ്മാ ഹൗല, നിങ്ങൾ എനിക്ക് ഈ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു തരൂ. ഇൻ കുൻതും സാദിഖീൻ, ഇൻ കുൻതും സാദിഖീൻ, ഇൻ കുൻതും ഇൻ ആണെങ്കിൽ, കുൻതും നിങ്ങളാണെങ്കിൽ, സാദിഖീൻ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ പറഞ്ഞ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു തരും. ഖാലു അവർ പറഞ്ഞു, ആര് പറഞ്ഞു? അൽ മലായിക മലക്കുകൾ പറഞ്ഞു. സുബ്ഹാനക, അതായത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക ഇത് അള്ളാഹിനോട് നേരിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു സുബ്ഹാനക, അല്ലാഹുവേ നീ നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു.
നിനക്ക് അറിയാത്ത യാതൊന്നുമില്ല. നീ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾക്കിതറിയില്ല. പക്ഷെ സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നിനക്ക് യാതൊന്നും അറിയാത്തതില്ല. സുബ്ഹാനക ലാ ഇൽമ ലനാ, ലാ ഇൽമ ലനാ. അത് നമ്മുടെ ഷഹാദത്തുൽ ഇൽമിയുടെ വാക്കിന് സമാനമായ വാക്കാണ്, അത് പ്രയോഗമാണത്. എന്താ? ലാ ഇലാഹ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. പ്രയോഗം വളരെ ശക്തമായ പ്രയോഗമാണ്. ലാ ഇൽമ ലനാ, ലാ ഇൽമ, ലാ ഇൽമ, അറിവ് ഇല്ല, ഒരു അറിവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ അർത്ഥം പറയില്ലേ? ഒരു ഇലാഹുമില്ല. അതേപോലെ ലാ ഇൽമ, ഒരു അറിവുമില്ല, ലന, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, ഇല്ലാ മാ അല്ലംതന, ഇല്ല ഒഴികെ, മാ ഒരു കാര്യമല്ലാതെ, അല്ലംത നീ പഠിപ്പിച്ച്, അല്ലംതന നീ ഞങ്ങളെ പഠിപ്പിച്ച എന്തൊരു കാര്യമുണ്ടോ അതൊഴികെ, ലാ ഇൽമ ലന ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അത് കൃത്യമായ പ്രയോഗമാണ്. അള്ളാഹുവെ, നീ പഠിപ്പിച്ചു നൽകാത്ത യാതൊന്നും ഞങ്ങൾക്കറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു കാര്യം അറിയിച്ചു നൽകാതെ അവന് യാതൊരു വിജ്ഞാനവും കിട്ടുകയില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ പോലെ, സൂറത്ത് ആയത്തുൽ കുർസിയിൽ പറഞ്ഞ പോലെ, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല അവൻ ഉദ്ദേശിച്ചാലല്ലാതെ. സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അങ്ങനെ തോന്നിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ വഴി ഓർമ്മ വരുന്നത്. അവനത് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ കിടന്ന് തിരിഞ്ഞളിക്കുന്നുണ്ടാവും. എത്ര സമയം നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. മണിക്കൂറുകളോളം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു വഴി അന്വേഷിച്ച് കുറേ നമ്മൾ നടക്കും. ചിലപ്പോൾ നേരെ മുന്നിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ മാർഗം. നമുക്ക് ഇത്രയും പരിചിതമായ കാര്യമായിരിക്കും, നമ്മൾ എത്രയോ ചെയ്ത കാര്യമായിരിക്കും, വളരെ സിമ്പിളായ കാര്യമായിരിക്കും. പക്ഷേ അള്ളാഹ് അത് ഓർമ്മിപ്പിച്ച് തരുമ്പോഴല്ലാതെ മനുഷ്യരത് ഓർക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വർഷങ്ങളോളം നമ്മളൊരു രീതിയിലൊരു പണിയെടുത്തിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ മനുഷ്യർ, ഇത് റബ്ബേ, ഇത് ഇത്രയും എളുപ്പമുള്ള പണിയായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അള്ളാഹു അത് ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് അത്രയും നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്നൊരു വിജ്ഞാനമായിരിക്കും അത്. അള്ളാഹു പഠിപ്പിച്ചു തരാതെ, അവൻ ഓർമ്മിപ്പിച്ചു നൽകാതെ, അവൻ അറിയിച്ചു നൽകാതെ ഒരു കാര്യവും നമുക്ക് ഓർക്കാൻ. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, പണ്ടത്തെ ഒരു ശാസ്ത്രജ്ഞൻ്റെ കഥ, ഒരു കഥയായി പറയുന്ന കാര്യമാണ്. അയാൾ ഒരു എലിയെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു അടച്ചു. അപ്പോൾ അയാൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആശാരിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൂട്ടിൽ 2 എലികളുണ്ടായിരിക്കും. ഒരു എലി വലിയ എലിയും വേറൊന്ന് ചെറിയ എലിയാണ്. നീ 2 തുളയുണ്ടാക്കണം, ഒന്ന് വലിയ എലിക്കും ಇನ್ನೊಂದು ചെറിയ എലിക്കും. ആശാരി ചോദിച്ചു, വലിയ എലിക്കുള്ള ഓട്ട തന്നെ ചെറിയ എലിക്കും മതി? അത് സംഭവം ചെറിയ കാര്യമാണ്, നമുക്കൊരു നിസ്സാരമായ കാര്യം. ചില സമയത്ത് വലിയ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിലപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യം അയാൾക്ക് അവ്യക്തമായി പോയേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതുപോലെ നമുക്ക് പലതും ഉണ്ടായിരിക്കാം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാവുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പുറത്ത് തന്നെ അതിൻ്റെ വഴി കിടക്കുന്നുണ്ടാവും. അള്ളാഹ് തുറന്നു തരാതെ അതൊരിക്കലും തുറന്നു കിട്ടുകയില്ല. അത് നമുക്ക് ചില സമയത്ത് വേഗം മനസ്സിലാവും. മലക്കുകൾ പറഞ്ഞ ഈ വാക്ക് അത്ര കൃത്യമാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. അള്ളാഹു, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. ഇത് ശരിയായ തിരിച്ചറിവാണ്. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. ഇന്നക തീർച്ചയായും, ഇന്നക നീ, തീർച്ചയായും, അൻത അള്ളാഹു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം 2 തവണ ആവർത്തിക്കുന്ന എന്തിനാണ്? ഊന്നിപ്പോൾ തൗക്കീദിനാണ്. ഇന്നക അൻത, അള്ളാഹു നീയാണ് അൽ അലീം. അൽ അലീം, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. നീയാകുന്നു എല്ലാം അറിയുന്നവൻ, നീയാകുന്നു അൽ ഹക്കീം, അങ്ങേറ്റം യുക്തിജ്ഞനായിട്ടുള്ളവൻ, ഏറ്റവും പരമമായ യുക്തിയുള്ളവൻ, അങ്ങേറ്റത്തെ ഹിക്മത്തുള്ളവൻ നീയാണ്. ഇൻഷാ അല്ലാഹ് അലീമുൽ ഹക്കീം അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്, നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇതാണ് ആ ആയത്തിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ. നോക്കൂ, എന്നിട്ട് തഫ്സീറിൽ എന്താ ഉള്ളത്? വബയാനൻ ലിഫദ്ലി ആദം അലൈഹിസ്സലാം. ബയാൻ
വ്യക്തമാക്കിക്കൊണ്ട്. അത് മറ്റേ ഉറുദുവിലല്ല ബയാനൊരു പ്രസംഗത്തിന്, ഉറുദുവിലാണ്, അറബിയിലല്ല. ബയാനൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിക്കൊണ്ട്. അപ്പോൾ ബയാനൻ ലി ഫദ്ലി ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഫദ്ല് വ്യക്തമാക്കുന്നതിനു വേണ്ടി, ബയാനൻ വ്യക്തമാക്കുന്നതിനു വേണ്ടി, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നതിനു വേണ്ടി അല്ലമഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അസ്മാ അൽ അഷ്യാഇ കുല്ലിഹ, അസ്മാ അൽ അഷ്യാ വസ്തുക്കളുടെ പേരുകൾ. അഷ്യ എന്ന് പറഞ്ഞാൽ ഷെയ്ഇൻ്റെ ബഹുവചനം. ഷെയ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിനും ഷെയ് എന്ന് പറയും, ഒരു കാര്യം, എന്തൊരു കാര്യമുണ്ടത്. അൽ അസ്മാ അൽ അഷ്യാഇ കുല്ലിഹ, എല്ലാ കാര്യങ്ങളുടെയും പേരുകൾ അള്ളാഹു ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. ثم عرض مسمياتها على الملائكة, ثم പിന്നീട് عرض مسمياتها, ആ പേരിന് പിന്നിലുള്ള വസ്തുക്കൾ, അതാണ് മുസമ്മ. ഇസ്മ മുസമ്മ എന്ന് പറയും. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, മുസമ്മ എന്ന് പറഞ്ഞാൽ പേരിന് പിറകിലുള്ളവൻ. ഉദാഹരണത്തിന് ഒരാളെ പേര് പിന്നെ സെയ്ദ് എന്നാണ്, അതവൻ്റെ പേരാണ്, ഇസ്മാൻ. ആ വ്യക്തിയോ അവൻ മുസമ്മയാണ്, അവൻ മുസമ്മയാണ്. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞു? വിളിക്കപ്പെടുന്ന വസ്തു എന്താണോ വിളിക്കപ്പെടുന്ന ആ കാര്യം, അതിനാണ് മുസമ്മ എന്ന് പറയുന്നത്. മനസ്സിലായതേ? മനസ്സിലായില്ലേ? അത് മഫ്ഊൽ പോലെ, ഫാൽ മഫ്ഊൽ പോലെ. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, ആ പേരിന് പിറകിലുള്ളത് എന്താണ്, അതിനാണ് മുസമ്മ എന്ന് പറയുക. വസ്തു, ഉദാഹരണത്തിന് മൈക്കാണ്, മൈക്ക് എന്നുള്ളതിൻ്റെ പേരാണ്. വസ്തു ഇതാണ് വസ്തു, അതാണ് മുസമ്മ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പേരുകളാണോ കാണിച്ചു കൊടുത്തത്? അത് മനസ്സിലാക്കാൻ വേണ്ടി തഫ്സീറിൽ അത് പറഞ്ഞത്. സുമ്മ അറദഹു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞേക്കാണ് അവർ പറഞ്ഞു പേരുകളല്ല അള്ളാഹു കാണിച്ചു കൊടുത്തത്, പിന്നെയോ പേരിനു പിറകിലുള്ള വസ്തുക്കളാണ്. അതവിടുന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സുമ്മ അറദഹും സുമ്മ അറദ മുസമ്മയാത്തിഹ, ആ പേരുകൾക്ക് പിറകിലുള്ള വസ്തുക്കൾ അലൽ മലായിക, മലക്കുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഈ മലക്കുകളിൽ ആരൊക്കെ ഉണ്ട്? ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, ഇസ്രാഫീലുണ്ട്, മലക്കുൽ മൗത്തുണ്ട്, ഈ പറഞ്ഞ മലക്കുകളൊക്കെ ഉണ്ട്. ഖായിലൻ ലഹും, ഖായിലൻ അള്ളാഹു അവർക്കിത് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ്? ഖായിലൻ ലഹും, അവരോട് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു അവരോട് പറഞ്ഞുകൊണ്ടാണ്. ഖായിൽ ഫാഇൽ, ഖാല ഖായിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്മു ഫാഇലാണത്. ഖായിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞുകൊണ്ട്, ലഹും മലക്കുകളോട് പറഞ്ഞുകൊണ്ട് അവൻ കാണിച്ചു കൊടുത്തു. അത് അവർക്കിത് കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അഖ്ബിറൂനി, അതായത് നബ്ബിഊനി എന്നതിൻ്റെ വേറെ വാക്കാണ്. അഖ്ബിറൂനി, അഖ്ബിർ, ഇതെന്ന് പറയും, ഉറക്കണ്ടല്ലോ, എന്താ പറയാത്ത? എന്നെ അറിയിച്ചു തരൂ, എനിക്ക് പറഞ്ഞു തരൂ. അഖ്ബിറൂനി ബി അസ്മാഇ ഹൗലാഇൽ മൗജൂദാത്ത്, അഖ്ബിറൂനി, എനിക്ക് നിങ്ങൾ അറിയിച്ചു നൽകൂ, ബി അസ്മാ, പേരുകൾ, ഹൗലാഇൽ മൗജൂദാത്ത്, ഈ കാണപ്പെടുന്ന വസ്തുക്കൾ. അത് അവർക്ക് എന്തൊക്കെയാണോ കാണിച്ചു കൊടുത്തത്, ഈ വസ്തുക്കൾ, ഇവയുടെ പേരുകൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക. ഇൻ കുൻതും സാദിഖീന ഫി അന്നകും ഔലാ ബിൽ ഇസ്തിഖ്ലാഫി ഫിൽ അർദി മിൻഹു, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. എന്ത് സത്യസന്ധന്മാരാണ്? എന്താ അവരുടെ സത്യസന്ധത? ഏത് കാര്യത്തിലാണ് അവർ ബോധ്യപ്പെടുത്തേണ്ടത്? അന്നകും, നിങ്ങളാണ് എന്നതിൽ. ഔല, ഔല അല്ല, ഔല അടുത്തെത്തി, ഏറ്റവും അർഹതയുള്ളവർ. ഔല ഏറ്റവും അർഹതയുള്ളവർ, അത് ആദ്യം എത്താൻ വഴിയുള്ളവർ. നിങ്ങളാണ് ഔല, ഇന്നക്കും ഔല, നിങ്ങളാണ് ഏറ്റവും അർഹതയുള്ളവർ എന്നതിന്. ഔല ബിൽ ഇസ്തിഖ്ലാഫ്, ഖലീഫയാക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് നിങ്ങളാണെന്ന നിങ്ങളുടെ വാദം സത്യസന്ധമാണെങ്കിൽ, ഫിൽ അർദി, എവിടെ ഖലീഫയാക്കപ്പെടാൻ? ഭൂമിയിൽ. മിൻഹു ഐ മിൻ ആദം, ആദമിനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ഭൂമിയിൽ ഖലീഫയാക്കപ്പെടാൻ അർഹതയുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ശരി, ഒരു കാര്യം ചെയ്ത് നിങ്ങളിതിൻ്റെ പേരുകൾ എനിക്ക് പറഞ്ഞു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, അള്ളാഹു ആണ് ആദമിന് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തത്. മലക്കുകൾക്കത് പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത് അവൻ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ചോദ്യം ശരിയാകുന്നത്? ഈ ചോദ്യം ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മലക്കുകൾക്ക് കഴിവ് നൽകിയത്, അവൻ തന്നെയാണ് ആദമിനും കഴിവ് നൽകിയത്. നിങ്ങൾക്കില്ലാത്ത ചില കഴിവുകൾ ഞാൻ
ഈ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്, അള്ളാഹുനാണ് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത്. അപ്പം നിങ്ങൾക്കുള്ള പ്രത്യേകത, നിങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ആർക്കുണ്ട്? ആദമിനുണ്ട്. ഞാനത് ആദമിന് നൽകിയിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തലാണ് ഈ ചോദ്യത്തിൻ്റെ പിറകിലുള്ള ഉദ്ദേശം. അതല്ലേ അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്, ആദം സ്വയം പഠിച്ചെടുത്തതെന്നല്ല, അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ നിങ്ങൾക്ക് നൽകാത്ത ചില പ്രത്യേകതകൾ ഞാൻ ഈ സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ട്, അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു അവരോട് എന്ത്, നിങ്ങളൊരു കാര്യം ചെയ്യും, പേര് പോലെ പറയും, ഞാൻ ആദമിന് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നൽകപ്പെടാത്ത ചിലത് ഞാൻ ആദമിന് നൽകിയിട്ടുണ്ട്. അതാണ് ആദമിനുള്ള പ്രത്യേകത അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ഇൽമ് വിജ്ഞാനത്തിൻ്റെ കാര്യത്തിലാണ് അള്ളാഹു ആദമിനെ മലക്കുകളുടെ മുൻപിൽ ഉയർത്തി കാണിച്ചത്, ഓരോ കാര്യത്തിലല്ല. അതല്ലെങ്കിൽ നോക്കൂ, മറ്റു പല കാര്യങ്ങളിലും മലക്കുകൾ മനുഷ്യരെ കവച്ചു വച്ചിട്ടുണ്ട്. മറ്റു പലതിലും ശക്തിയുടെ കാര്യത്തിൽ അവർ മനുഷ്യരെക്കാൾ മുൻപിലാണ്, സഞ്ചരിക്കാനുള്ള വേഗതയുടെ കാര്യത്തിൽ അവർ മനുഷ്യരെക്കാൾ മുൻപിലാണ്, ഇബാദത്ത് അവർക്ക് ഒരിക്കലും മടുക്കുന്നില്ല, അള്ളാഹു പറഞ്ഞതൊന്നും ഒരു ധിക്കരിക്കുന്നില്ല. അതുപോലെ തന്നെ വലിയ സൃഷ്ടികളാണ്, വളരെ വലുപ്പമുള്ള സൃഷ്ടികളാണ്, വലിയ സൃഷ്ടികളാണ്. അതുപോലെ ഭംഗിയുള്ളവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞത്, മാ ഹാദ ബശറ ഇൻ ഹാദ ഇല്ല മലക്കുൻ കരീം. മനുഷ്യരുടെ അടുത്ത് പൊതുവെ കാണപ്പെടാത്ത വിധത്തിലുള്ള ഭംഗി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് മലക്കാണെന്നാണ്. കാരണം മനുഷ്യന് ഇങ്ങനെ പൊതുവെ ഭംഗി ഉണ്ടാവില്ല, ഇത് മലക്കിൻ്റെ ഭംഗിയാണ്. ഇപ്പം മലക്കുകൾ ഭംഗിയുള്ളവർ. അള്ളാഹു ഖുർആനിൽ തന്നെ ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞു, ദൂ മിർറത്തിൻ ഫസ്തവ, അദ്ദേഹം ഭംഗിയുള്ളയാളാണ് എന്നാണ്. ദൂ മിർറ, കാണാൻ ഭംഗിയുള്ളതാണ്. ഇപ്പം മനുഷ്യരെ അള്ളാഹു ആദമിന് മുൻപിൽ ഉയർത്തി കാണിച്ചത് വിജ്ഞാനം കൊണ്ടാണ്, ഭംഗി കൊണ്ടോ ശക്തി കൊണ്ടോ ശാരീരിക ശക്തി കൊണ്ടോ വലുപ്പം കൊണ്ടോ വേഗത കൊണ്ടോ ഒന്നുമല്ല. എന്നാൽ ആളുകൾ പലപ്പോഴും മത്സരിക്കാറുള്ളത് ഈ കാര്യങ്ങളിലാണ്, ഈ പറഞ്ഞതൊക്കെ ഭംഗി കൂട്ടാനും. പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ വില വിജ്ഞാനത്തിലാണ്, അറിവിലാണ്. മാത്രമല്ല അല്ലാമത്തുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനോട് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ ശ്രേഷ്ഠത മലക്കുകൾക്ക് മുന്നിൽ വെളിവാക്കിയത് ഇൽമു കൊണ്ടാണ്. അപ്പോഴാണ് അവർ അള്ളാഹുവരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അവർ ആദമിന് സുജൂദ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതിനോട് അദ്ദേഹം ചേർത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൽ ലിതാലിബിൽ ഇൽം. ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തുന്നതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. ഖുർത്തുബി പറയാൻ, ആദമിന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് മുൻപിൽ ശ്രേഷ്ഠത നൽകിയത് ഇൽമു കൊണ്ടാണ്. ആദമിൻ്റെ സന്തതികളിൽ ഈ സ്വഭാവം കാണപ്പെട്ടാൽ മലക്കുകൾ അവരെ ആദരിക്കുന്നതാണ്. ആദമിന് നൽകപ്പെട്ട പ്രത്യേകത ഇൽമിലാണ്. ആ പ്രത്യേകതയിൽ മനുഷ്യർ മുന്നിൽ പോകുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? മലക്കുകൾ അവരെ ആദരിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഖുർത്തുബി അദ്ദേഹം ഉറപ്പെടുത്തിയേക്കാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഷറഫ്, അവൻ്റെ പ്രത്യേകത ഇൽമിലാണ്. മാത്രമല്ല, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചിലർ പറഞ്ഞു, ഇൽമ് അത് ഏതു കാര്യത്തിലാണെങ്കിൽ പോലും ഉപകാരപ്രദമായ വിജ്ഞാനമാണെങ്കിൽ, നാഫിഅയ ഇൽമാണെങ്കിൽ, അത് ഭൗതികമായ വിജ്ഞാനമാണെങ്കിൽ പോലും, ദീനിയായ വിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. പക്ഷേ ഭൗതികമായൊരു വിജ്ഞാനമാണ് അത് ഉപകാരപ്രദമായൊരു വിജ്ഞാനമാണെങ്കിൽ, കാരണം ഇവിടെ ആദമിനെ പഠിപ്പിച്ചു കൊടുത്തത് ദീനിയായ വിജ്ഞാനം മാത്രമല്ല, മറിച്ച് വസ്തുക്കളുടെ പേരുകളാണ്. അതാണെങ്കിൽ പോലും അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യരാവുകയില്ല. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുമോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഒരിക്കലും സമമാവില്ല, അറിവുള്ള ആൾക്കാരല്ലാത്തവർ. ഏതുവരെ മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിൽ വരെ അറിവ് വ്യത്യാസമുണ്ടാക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹു ദാരിസ് സഅദ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം
പിന്നെ സൂറത്തുൽ മാഇദയിലെ വേട്ടമൃഗങ്ങളെക്കുറിച്ചുള്ള ആയത്ത് അദ്ദേഹം എടുത്തു കൊടുത്തതായി കാണാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല വേട്ടമൃഗങ്ങൾ അവ പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ, വേട്ട പഠിപ്പിക്കപ്പെട്ട മൃഗങ്ങളാണെങ്കിൽ അവ വേട്ടയാടി കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞു, വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മ അല്ലമക്കും അല്ലാഹ്. വേട്ടമൃഗങ്ങൾ അവയുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പഠിപ്പിച്ചിരിക്കണം. നായ രണ്ടും നായാണ്, ഒരേ നായ, രണ്ടും നായ തന്നെയാണ്. പക്ഷേ ഒന്നിന് ഇൽമുണ്ട്, മറ്റേതിന് ഇൽമില്ല. ഇൽമാണ് ഒരു പഠിപ്പിക്കപ്പെടാത്ത വേട്ട ആടാൻ പഠിപ്പിക്കപ്പെടാത്ത ഒരു നായ ഒരു മൃഗത്തിനെ കടിച്ചുകൊണ്ട് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് തിന്നിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? തിന്നാൻ പറ്റില്ല. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയണം, ഹലാൽ ഹറാം വേർതിരിയുന്നത് നായകളുടെ ഇടയിൽ വരെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഒരു മൃഗത്തിൽ വരെ വിജ്ഞാനം വ്യത്യാസമുണ്ടാക്കുന്നുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിച്ചതായി കാണാം. അപ്പോൾ അറിവ് ആദമിന് ശ്രേഷ്ഠത നൽകാൻ കാരണമായ കാര്യമാണ്. ആദമിൻ്റെ സന്തതികൾ അതിൽ മുന്നിൽ പോകേണ്ടതുണ്ട്. മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതുപോലെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം എന്താണ്? മൃഗങ്ങളിൽ പലരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അവർ പഠിച്ചിട്ടാണ് വരുന്നത്. അള്ളാഹു അവർക്കത് അവരുടെ പ്രകൃതത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്ഭുതകരമായ പലതും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നെക്കാൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരിക്കും. ചില മീനുകൾ, സാൽമൺ മത്സ്യം ഇത്ര കിലോമീറ്ററുകൾ താണ്ടി അത് അതിൻ്റെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. ചില മൃഗങ്ങൾ അതിൻ്റെ തള്ളയുടെ നാവിൻ്റെ മൂർച്ച കൂടുതലാണ്. അപ്പോൾ ഈ പ്രസവിച്ച ഉടനെ ആ മൃഗം തള്ളയുടെ അടുത്ത് നിന്ന് ഓടിപ്പോകും. കാരണം ഈ തള്ളമൃഗം അതിനെ സ്നേഹം കൊണ്ട് നാവ് കൊണ്ട് നക്കിയാൽ അതിൻ്റെ തൊലി മുറിഞ്ഞു പോകും. അപ്പോൾ അത് പ്രസവിച്ച പാടെ ഓടിപ്പോകണമെന്നത് അതിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം മൃഗങ്ങൾ എനിക്കറിയാം. ഇവയൊക്കെ കോഴി ജനിച്ചാൽ കോഴീനാരെങ്കിലും ഇത് പഠിപ്പിക്കേണ്ടോ? നടക്കുമ്പോൾ ഇങ്ങനെ നടക്കില്ല, അത് പഠിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ മൃഗങ്ങൾ അവക്ക് വേണ്ടത് അവ പഠിക്കുന്നുണ്ട്. അള്ളാഹു അത് അറിയിച്ചു കൊടുത്തു. പക്ഷെ മനുഷ്യൻ ജനിച്ചു വീഴുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ. ഒന്നും അറിയാതെയാണ് നിങ്ങൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത്. യാതൊന്നും അറിയുകയില്ല. ഒരു കാര്യം, ഒന്ന് ഭക്ഷണം വേണമെന്ന് പോലും പറയാനുള്ള വാക്ക് അവർക്കറിയില്ല. ഒന്നും അറിയില്ല. അങ്ങനെ കിടക്കാനല്ല, വേറൊന്നും അറിയില്ല. മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കാൻ ആൾ വേണം, എന്തിനും ആൾ വേണം. മനുഷ്യർ ഇങ്ങനെയാണ് വരുന്നത്. മനുഷ്യരെല്ലാവരും ഈ തുടക്കത്തിൽ, ഈ ആരംഭത്തിൽ തുല്യരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഔലിയാക്കന്മാരും ഉലമാക്കളും ശുഹദാക്കളും സാലിഹീങ്ങളും കാഫിരീങ്ങളും ഫാസിഖീങ്ങളും ധിക്കാരികളും അതിക്രമികളും എല്ലാം ഒരേപോലെയാണ് വരുന്നതിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒന്നും പഠിക്കാതെയാണ് വന്നത്. ഷെയ്ഖുൽ ഇസ്ലാമും ഒരു വിവരമില്ലാത്ത തീർത്തും വിവരദോഷിയായ ഒരു മനുഷ്യന് ജനിച്ചത് ഒരുപോലെയാണ്. രണ്ടുപേരും ഒന്നും പഠിച്ചിട്ടില്ല. പിന്നീട് അവരുടെ വ്യത്യാസമുണ്ടാകുന്നവരുടെ പഠനത്തിലാണ്. ഇൽമാണ് മനുഷ്യൻ്റെ ശ്രേഷ്ഠത തീരുമാനിക്കുന്നത് എന്നതിനുള്ള വലിയ തെളിവുകളിൽപ്പെട്ടതാണ് ഈ ആയത്ത്. മാത്രമല്ല, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആദമിന് അള്ളാഹു ഷഫാഅത്തിൻ്റെ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ, അല്ലേ, ഷഫാഅത്തിൻ്റെ ഹദീസിൽ മനുഷ്യരെല്ലാം ആദ്യം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക. എന്നിട്ട് അവർ ആദമിനോട് പറയുന്ന വാക്കെന്താണ്? യാ ആദം അൻത അബുൽ ബഷർ, അല്ലേ ആദം, താങ്കൾ മനുഷ്യരാശിയുടെ പിതാവാണ്. ഖലഖക അല്ലാഹു ബിയദിഹി, അല്ലാഹു അവൻ്റെ കൈകൾ കൊണ്ടാണ് താങ്കളെ പടച്ചത്. ഇത് ആദമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ആദമിന് അള്ളാഹു സൃഷ്ടിച്ചത് അവൻ്റെ കരങ്ങൾ കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങൾ കൊണ്ട് പടച്ച ചില അസറുകളിൽ വന്നതുപോലെ ചില കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദമിന് അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്. അതുപോലെ അർശ് അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്.
അതുപോലെ തന്നെ ഖലം അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്. ഇങ്ങനെ അള്ളാഹു, അതുപോലെ തൗറാത്ത് അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ടാണ് എഴുതിയത്. ഇങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ കൊണ്ട് പടച്ചതുണ്ട്. ബാക്കിയുള്ളവയോട് അവൻ ഖുൻ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. ഇത് അവർക്കുള്ള ശ്രേഷ്ഠതയുടെ ഭാഗമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തിന് അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് പടക്കുകയാണ് ചെയ്തത്. വനഫഖ ഫീക മിർ റൂഹിഹി, അള്ളാഹു അവനിൽ നിന്നുള്ള റൂഹ് താങ്കളിൽ ഊതിയിരിക്കുന്നു. വഅമറൽ മലായികത ഫസജദൂ ലക്, മലക്കുകളോട് അള്ളാഹു താങ്കൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവർ സുജൂദ് ചെയ്തിരിക്കുന്നു. വഅസ്കനകൽ ജന്ന, സ്വർഗത്തിൽ അങ്ങേ താമസിപ്പിച്ചിരിക്കുന്നു. അലാ തശ്ഫഉ ലനാ ഇലാ റബ്ബിക്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയില്ലേ? അപ്പോൾ ആദമിൻ്റെ ശ്രേഷ്ഠതകളാണ് ഇതൊക്കെ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഇതാണ് ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള ശ്രേഷ്ഠത ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് അള്ളാഹു എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഭാഷ, മനുഷ്യരുടെ ഭാഷ, അതിൻ്റെ ആരംഭം തൗഖീഫിയാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ്, മനുഷ്യർ സ്വയം നിർമ്മിച്ചതല്ല. ആളുകൾ ചിലർ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ മനുഷ്യർ പഴയ കാലത്ത് ആംഗ്യ ഭാഷ കാണിച്ചു, പിന്നെ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, പിന്നെ ഭാഷ, അങ്ങനെയല്ല. ഭാഷയുടെ ഉറവിടം തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. മനുഷ്യർ അവരുടെ ഇജ്തിഹാദ് കൊണ്ടല്ല ഭാഷ ഉണ്ടാക്കിയത്. പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ പലതും മനുഷ്യരിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുത്ത വാക്കുകളും പദങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആരംഭം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠം, പരീക്ഷകൾ അനുവദനീയമാണ്. കാരണം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾ ഈ പേരുകൾ പറഞ്ഞത്. അപ്പോൾ ഇബ്നു ഉസൈമീൻ അദ്ദേഹം ഈ ആയത്തിൻ്റെ, ഇബ്നു ഉസൈമീൻ്റെ തഫ്സീർ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിൻ്റെ ഫവായിദുകൾ ചിലപ്പോൾ ചില ഒറ്റ ആയത്തിൽ, ചെറിയ ആയത്തിൽ നിന്ന് അദ്ദേഹം ചിലപ്പോൾ 30-40 ഫായിദകൾ ഉണ്ടാവും. ഇന്നെ പഠിക്കുക, ഇന്ന് പഠിക്കുക, ഇന്ന് പഠിക്കുക, ഇന്ന് പഠിക്കുക. ഒരായത്തിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ. അദ്ദേഹം ഈ ആയത്തിൻ്റെ തെളിവുകളിലൊന്ന് ഒരു പാഠമായി അദ്ദേഹം പറഞ്ഞു, പരീക്ഷ നടത്തുന്നത് അനുവദനീയമാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവരുടെ അറിവ് പരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അറിവില്ലാത്ത കാര്യം തനിക്ക് അറിവുണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, എനിക്ക് ഇന്നതൊക്കെ അറിവുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ, അവനെ തിരുത്താനുള്ള വഴികളിലൊന്ന് അവൻ്റെ അറിവില്ലായ്മ ബോധ്യപ്പെടുത്തലാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരാൾ വലിയ പണ്ഡിതനെ പോലെ നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ നിലവാരം എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോരുത്, നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്ന് ബോധ്യപ്പെടുത്താൻ അവനോട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അവന് അറിവില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അവനോട് തിരിച്ചു ചോദിക്കുക. ഇത് ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് ഇക്കാലഘട്ടത്തിൽ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായിരിക്കും ആദ്യത്തിൽ തന്നെ പഠിക്കുന്നത്. അവനോട് ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്ത് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. വുദൂ പോയാൽ, നിസ്കാരത്തിനിടയിൽ വുദൂ പോയാൽ മറന്നിട്ട് നിസ്കരിച്ചാൽ എന്ത് ചെയ്യണം ചോദിച്ചാൽ ചിലപ്പോൾ അറിയുണ്ടാവില്ല. പക്ഷേ ചർച്ച ചെയ്യുന്നത് ദുനിയാവിൽ ഒരാളും കേട്ടിട്ടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചായിരിക്കും. അത്തരം ആളുകളോട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉപകാരം. മാത്രമല്ല പണ്ഡിതന്മാർ പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന മുസനി അസ്മാ വ സിഫാത്തിലെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഷാഫിഈ ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് നിസ്കാരത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയുമോ? സകാത്ത് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യണമെന്നറിയുമോ? ഇതൊന്നും അറിയാതെയാണോ നീ ഇത്രയും വലിയ വിഷയങ്ങൾ അവർക്ക് പുറകിൽ പോകുന്നത് എന്ന് അദ്ദേഹം തിരുത്തിയതായി കാണാം. വേറെ പണ്ഡിതന്മാർ ഈ രീതി സ്വീകരിച്ചതായി കാണാം. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളാണ്. ഏതൊക്കെയാണത് ഈ ആയത്തിലുള്ളത്? അൽ അലീമു,
അൽ ഹക്കീം. അൽ അലീം എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അൽ ഹക്കീം എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട്. ഒരു പേരിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ കിട്ടിയാൽ ആ ഇസ്മിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന് ഇസ്ബാത്തുഹു ഇസ്മല്ലഹു, അള്ളാഹുവിനൊരു പേരുണ്ട് എന്ന് അറിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് അള്ളാഹുവിൻ്റെ പേരാണ്, അതൊരു പാഠമാണ്. അൽ അലീം, അത് അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ അള്ളാഹുവിനെ നിനക്ക് എങ്ങനെ വിളിക്കാം? യാ അലീം എന്ന് വിളിക്കാം, യാ ഹക്കീം എന്ന് വിളിക്കാം, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ മാലിക്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏതൊരു പേര് നീ പഠിച്ചാലും ആ പേരുപയോഗിച്ച് നിനക്ക് അവനെ വിളിക്കാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹ, അള്ളാഹുവിനാകുന്ന ഏറ്റവും ഉത്തമമായ പേരുകളുള്ളത്, ആ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക. ഒന്നാമത്തെ പാഠം, ഏതൊരു പേര് അള്ളാഹുവിൻ്റെത് കണ്ടാലും ഇസ്ബാത്തുഹു ഇസ്മല്ലഹു, ഇത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് എന്നത് പഠിക്കാം. രണ്ടാമത്തെ കാര്യം, ഏതു പേരാകട്ടെ അള്ളാഹുവിൻ്റെ ഒരു പേരാണോ ആ പേരിൽ ഒരു സിഫത്തുണ്ടായിരിക്കും. ഒരു വിശേഷണമില്ലാത്ത ഒരു പേരുണ്ടാവുകയില്ല. മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാമിദായ ഒരു ഉദ്ദേശം വ്യക്തമാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വിശേഷണമെന്ന് പറയാവുന്ന കാര്യമല്ലാത്ത ഒരു പേരുണ്ടാവുകയില്ല. അൽ അലീം, അള്ളാഹു അലീമാണ്, അതിലുള്ള സിഫത്ത് ഏതാണ്? ഇൽമാൻ, സിഫത്തു അൽ ഇൽം, അള്ളാഹു എല്ലാം അറിവുള്ളവനാണ്, അത് അവൻ്റെ സിഫത്താണ്, വിശേഷണമാണ്. അൽ ഹക്കീം, അള്ളാഹ് ഹക്കീമാണ്, എന്താ അതിലുള്ള വിശേഷണം? ഒന്ന് ഹിക്മറ്റാണ്, അൽ ഹിക്മത്തു, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, യുക്തി ഉള്ളതല്ലാതെ മഹത്തരമായ ഒരു ലക്ഷ്യമുള്ളതല്ലാത്ത ഒരു കാര്യവും അവൻ പ്രവർത്തിക്കുകയില്ല. ഹിക്മത്തുള്ളവനാണ്. എന്താ ഹിക്മത്ത് തന്നെ? ഒരാൾ ഹിക്മത്തുള്ളവനാണ് നമ്മളെപ്പോഴും പറയാം, അയാൾ ഒരു കാര്യവും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നില്ലെങ്കിൽ, ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാകാം ഹിക്മത്തുള്ളവനാണ്. അയാൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരിക്കും, ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഹക്കീം എന്നതിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നെന്താണ്? ഹിക്മത്താണ്. മറ്റൊന്ന് ഹുക്മാണ്. ഹക്കീം എന്നത് ഹുക്കും, അള്ളാഹു വിധി പറയുന്നവനാണ്, വിധി പ്രഖ്യാപിക്കുന്നവനാണ്, വിധിക്കുന്നവനാണ്. അപ്പോൾ അലീം എന്നതിലുള്ള വിശേഷണം ഏതാ? ഇൽമാണ്. ഹക്കീം എന്നതിലുള്ള വിശേഷണം ഏതാ? ഹിക്മത്തും ഹുക്മുമാണ്. അപ്പോൾ ഒരേ പേരിൽ ചിലപ്പോൾ ഒന്നിലധികം വിശേഷണങ്ങൾ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഹക്കീം ഉദാഹരണം, വേറൊരു ഉദാഹരണം ആയത്തുൽ കുർസിയിലുണ്ട്. കുറച്ച് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്നാകെ ഓതി വെക്കുക. അൽ അലിയു, അൽ അലി, അള്ളാഹുവിൻ്റെ പേരാണ് അൽ അലി. അൽ അലി എന്നത് പല വിശേഷണങ്ങളുള്ള പേരാണ്. ഒന്ന് അൽ അലി ഉലൂവുദ്ദാത്ത്, അള്ളാഹ് ഏറ്റവും മുകളിലുള്ളവനാണ്, അലി ഏറ്റവും മുകളിലുള്ളവൻ. രണ്ട് ഉലൂവു സിഫ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം ഉന്നതമായ വിശേഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനതയുടെയോ മോശത്തിൻ്റെയോ ഒരു വിശേഷണം അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. എല്ലാം നല്ല വിശേഷണമായിരിക്കും, നല്ല കാര്യങ്ങളായിരിക്കും. ഏറ്റവും ഉന്നതമായ മഹത്തരമായ വിശേഷണം അവനുണ്ട്. അപ്പം അവൻ്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും ഉന്നതമാണ്. ഉദാഹരണത്തിന് റഹ്മ, കാരുണ്യം. അള്ളാഹുവിനോളം കാരുണ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവനേക്കാൾ കാരുണ്യമുള്ള മറ്റൊരാളുണ്ടോ? ഇല്ല. അവൻ അർഹമുർ റഹീമീനാണ്, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. ഇതേപോലെയാണ് അവൻ്റെ എല്ലാ വിശേഷണങ്ങളും. അള്ളാഹ് കേൾക്കുന്നതാണ്, അവനെപ്പോലെ കേൾക്കുന്ന മറ്റൊരാളുണ്ടോ? ഇല്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹ് കാണുന്നവനാണ്, അവനെപ്പോലെ കാണുന്ന ഒരാളുണ്ടോ? ഇല്ല. അള്ളാഹ് കരുണ ചൊരിയുന്നവൻ, അവനെപ്പോലെ കരുണ ചൊരി. അള്ളാഹ് സൃഷ്ടിക്കുന്നവനാണ്, അവനേക്കാൾ നന്നായി സൃഷ്ടിക്കുന്ന ഒരാളുണ്ടോ? അവനെപ്പോലെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ടോ? ഇല്ല. അഹ്സനുൽ ഖാലിഖീൻ. എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു ഏറ്റവും ഉന്നതനാണ്. അതാണ് അലി എന്നതിൻ്റെ രണ്ടാമത്തേത്. മൂന്ന് ഉലൂവുൽ ഖദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വം ഉന്നതമാണ്.
കാരണം അവൻ്റെ സ്ഥാനം ഉന്നതമാണ്, വലിയ അങ്ങേയറ്റത്തെ പദവിയും സ്ഥാനവും ആദരവും മഹത്വവും ഉള്ളവനാണ്. ഉലൂഉൽ ഖദർ, അതായത് അള്ളാഹുവിൻ്റെ സ്ഥാനം ഉന്നതമാണ്. ഈ 3 കാര്യങ്ങൾ ഒരൊറ്റ ഇസ്മിൽ തന്നെ ഉണ്ട്. ഇതല്ലാതെയും അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നിലധികം വിശേഷണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അൽ അലീമുൽ ഹക്കീം എന്നത് അള്ളാഹുവിൻ്റെ പേര് മനസ്സിലാക്കുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ അലീം എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്, ഹക്കീം എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. 2 ആ പേരുകളിൽ അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ. അലീം എന്നതിൽ അള്ളാഹു ഇൽമുള്ളവനാണ്, ഹക്കീം എന്നതിൽ ഹിക്മത്തും ഹുക്മും ഉള്ളവനാണ്. 3 ഇത് കൂടുതൽ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. 3 ആ പേരുകളുടെ സ്വാധീനം എന്താണ്, അത് നമ്മെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പഠിക്കേണ്ടത്. 1 അള്ളാഹുവിൻ്റെ ഇസ്മാണെന്ന് പഠിക്കുക, 2 അതിലുള്ള വിശേഷണം പഠിക്കുക, 3 ഇത് സൃഷ്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അള്ളാഹ് അലീമാണ്, നിന്നെ അതെങ്ങനെ സ്വാധീനിക്കേണ്ടത്? അള്ളാഹു നീ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തുള്ളത് അറിയുന്നുണ്ട്, നീ ഒളിപ്പിച്ചു വെക്കുന്ന അറിയുന്നുണ്ട്, പരസ്യമാക്കുന്ന അറിയുന്നുണ്ട്. നിൻ്റെ പ്രവർത്തനം നീ നന്നാക്കണം. അള്ളാഹ് സമീഅൻ, നിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നല്ല സംസാരിക്കണം. അള്ളാഹ് റഹ്മാനാണ്, എന്താ ചെയ്യേണ്ടത്? അർഹമു മൻ ഫിൽ അർദ് അർഹമുക്കും മൻ ഫിസ് സമാ. അള്ളാഹ് റഹ്മാനാണ്, നീ റഹ്മത്തുള്ളവനാകണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ. ഇന്നല്ലാഹ അഫൂൻ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ നീ അഫൂവൻ, പുറത്തു നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പുറത്തു നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അടിമകൾക്ക് പുറത്തു നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അടിമകൾ പരസ്പരം പുറത്തു നൽകുന്നതും നീ ഇഷ്ടപ്പെടുന്നതാണ്. നീ പുറത്തു കൊടുക്കണം. അള്ളാഹ് അഫൂവാണ്. അല്ലാഹ് റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അള്ളാഹ് റഫീഖാണ്, അങ്ങേയറ്റ സൗമ്യതയുള്ളവനാണ്, സൗമ്യത ഇഷ്ടപ്പെടുന്നവനാണ്. ഇങ്ങനെ ഏതൊരു ഇസ്മിനും നിൻ്റെ ജീവിതത്തിൽ ഒരു ഇബാദത്ത് ഉണ്ടാക്കാനുണ്ട്, ഏതൊരു ഇസ്മും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ പഠിച്ചവർ ആ സ്വർഗത്തിൽ പോകുന്ന ഹദീസ് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു 99 നാമങ്ങൾ ഒരാൾ പഠിക്കുകയും അത് അവൻ്റെ ജീവിതത്തെ സ്വാധീനം ചെലുത്തുകയും ചെയ്താൽ അവൻ്റെ ഈമാൻ വളരെ ഉന്നതമായ പദവിയിലായിരിക്കും. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകൾക്കും അവയുടേതായ ഉബൂദിയ്യത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഇസ്മുകൾക്ക് യോജിച്ച വിധത്തിലുള്ള ഇബാദത്ത് നിന്നിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. റഹ്മാനാണ്, നീ റഹ്മത്ത് കാണിക്കണം, അള്ളാഹിൻ്റെ റഹ്മത്തിനോട് ദുആ ചെയ്യണം. ഇങ്ങനെ അവൻ മാലിക്കാണ്, ഉടമസ്ഥനാണ്, നീ അള്ളാഹുവിൻ്റേതാണെന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കണം. നിൻ്റെ കയ്യിലുള്ളതെല്ലാം അവൻ്റേതാണെന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കും. ഇങ്ങനെ അള്ളാഹ് മലിക്കാണ്, രാജാവാണ്. എന്താ രാജാവിൻ്റെ പ്രത്യേകത? ചിലർ പറഞ്ഞു അൽ മലിക്കു യഅ്മുർ വയൻഹ, കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്യും. രാജാവ് എന്താ ചെയ്യുക? കൽപ്പന ഇറക്കും, വിലക്കിറക്കും. നീ എന്ത് ചെയ്യണം? നീ അനുസരിക്കണം. രാജാവാണ് അള്ളാഹ്. മലിക്കുൽ അംലാക്കാണ്, സർവ്വ രാജാക്കന്മാരുടെയും രാജാവാണ്. അവനോളം വലിയ രാജാധികാരമുള്ള ഒരുവനുമില്ല, അവനെപ്പോലെ ഒരു രാജാവുമില്ല. നീ ഒരു രാജാവിൻ്റെ സന്നിധിയിൽ രാജാവിൻ്റെ മുന്നിലെത്തി വിചാരിച്ച, അയാളുടെ സന്നിധിയിലെത്തി നേരെ മുന്നിൽ ചെന്ന് നിൽക്കാൻ, അയാൾ കൽപ്പിച്ച ഒരു കൽപ്പന ധിക്കരിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാവുമോ? അയാളുടെ മുന്നിൽ വെച്ചിട്ട് അയാളുടെ ചുറ്റുപട്ടാളക്കാർ നിൽക്കുന്നു, സൈനികർ നിൽക്കുന്നു. അയാളാകട്ടെ രാജാവ് കൽപ്പനകൾ ഏതെങ്കിലും ധിക്കരിച്ചാൽ അയാളോട് കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് എന്നറിഞ്ഞാൽ ആ രാജാവിൻ്റെ സന്നിധിയിൽ നീ എങ്ങനെ ഇരിക്കും നിൽക്കുക? മലിക്കാണ് അള്ളാഹ്, മലിക്കാണ്, രാജാവാണ്. സൃഷ്ടികളിൽപ്പെട്ട ഒരു രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നീ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? അയാൾ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നീ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കണേ, നേരെ ഈ കാര്യം അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അള്ളാഹുനുണ്ട്. അള്ളാഹ് മലിക്കാണ്, മലിക്കുൽ അംലാക്കാണ്, സർവ്വ അധികാരത്തിൻ്റെ ഉടമസ്ഥനാണ്. അവന് ദുൽ അർശിൽ കരീം, മഹത്തരമ സിംഹാസത്തിൻ്റെ ഉടമൻ. അവൻ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ മലക്കുകൾ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവന് സൈനികരുണ്ട്, അള്ളാഹുവിന് ജുനൂദുകളുണ്ട്, സൈന്യമുണ്ട്. അവർക്കിടയിലാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ തിരിച്ചറിവ് എന്താണ്? അനുസരിക്കാന്നുള്ളതാണ്, രാജാവിനെ അനുസരിക്കാന്നുള്ളതാണ്. പല ആളുകളും മലിക് എന്നതിൻ്റെ തേട്ടം ഇതാണ്. മലിക് എന്നത് പറഞ്ഞാൽ രാജാവാണ്, അള്ളാഹ് ഉദ്ദേശിച്ചത് കൽപ്പിക്കും, നീ ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരു അധികാരമില്ല. മനുഷ്യർ രാജാവൊന്നാവട്ടെ, കമ്പനിയിലെ വലിയ CEO ആണ് അല്ലെങ്കിൽ മറ്റേ മാനേജറാണെങ്കിൽ അയാൾ പറയാം ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആരാ ചോദ്യം ചെയ്യാനുള്ളത്?
അനുസരിക്കുക, കേൾക്കുക, അനുസരിക്കുക എന്നല്ലാതെ. അള്ളാഹ് മലിക്കാൻ, മാലിക്കുൽ അംലാക്കാൻ. അവനൊരു കാര്യം കൽപ്പിച്ചാൽ സമഅൻ വതാഅ, കേൾക്കുക, അനുസരിക്കുക. അള്ളാഹ് മലിക്കാൻ. ആ മലിക്ക് എന്നതിൻ്റെ ഉബൂദിയ്യത്തിൽ, അതിൻ്റെ ആരാധനയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ അനുസരിക്കാനുള്ളത്. ഇങ്ങനെ എല്ലാ ഇസ്മുകൾക്കും സിഫത്തുകൾക്കും അതിന് യോജിച്ച വിധത്തിലുള്ള ഇബാദത്തുണ്ട്. അവസാനമായി അൽ ഹക്കീം എന്നത് ഞാൻ പറഞ്ഞു. അൽ ഹക്കീം എന്നത് ഹിക്മത്തും ഹുക്മും അറിയിക്കുന്നുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞു, അൽ ഹിക്മത്തു വദ്ഉ ശൈഇ അലാ ഔ ഫീ വദ്ഉ ശൈഇ ഫീ മൗദിഇഹി അല്ലായിഖ് ബിഹി. ഓരോ കാര്യവും അതിന് യോജിച്ചെടുത്ത് വെക്കുക എന്നതാണ് ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ കാര്യം എവിടെയാണോ വെക്കേണ്ടത് അത് അവിടെ വെക്കുക. എവിടെയാണോ ഒരു കാര്യം നിശ്ചയിക്കേണ്ടത് അങ്ങനെ നിശ്ചയിക്കുക. അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റിയാൽ അത് തെറ്റിപ്പോകും, അത് കൃത്യമായ സ്ഥലത്താവുകയില്ല. ഒരു കാര്യം അതിന് അനുയോജ്യമായ ഏറ്റവും യോജിച്ച സ്ഥലത്ത് വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അള്ളാഹ് ഹക്കീമാണ്. അവൻ എല്ലാ കാര്യങ്ങളും അവർക്ക് യോജിച്ച രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഹിക്മത്തുൻ കൗനിയ, രണ്ട് ഹിക്മത്തുൻ ശറഇയ്യ. ഒന്ന് പ്രാപഞ്ചികമായ ഹിക്മ, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെ അവൻ നിശ്ചയിച്ചതിലുള്ള യുക്തി. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ. ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറഞ്ഞു, മനുഷ്യൻ അവൻ്റെ സ്വന്തം കാര്യം മാത്രം എടുത്താൽ മതി. ഓരോ കാര്യങ്ങളും എത്ര കൃത്യമായാണ് അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് താളം തെറ്റിയാൽ അവൻ്റെ കാര്യങ്ങളാകെ തകിടം മറിയുകയായി. അല്ലെ? മനുഷ്യരുടെ സുബ്ഹാനല്ലാഹ്, ഒരു പല്ല് വെച്ചെടുത്തുനിന്ന് നീങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താ? ഒന്ന് പല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയാൽ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് കയറി പറ്റിയാൽ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു പല ആളുകളുടെ രോഗത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ അയാൾക്ക് ആകെ പറ്റിയത്? ഒരു നരമ്പ് ഇന്ന സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു, അത് അവിടെ നിന്ന് മാറിപ്പോയെന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് അയാൾ ഇത്രയും കടുത്ത വേദന അനുഭവിച്ചൊരു കാലാകാലം കട്ടിൽ തന്നെ കിടക്കുന്നത്. ഒരു നരമ്പൊന്നും അങ്ങ് നീങ്ങിപ്പോയതാണ്. അള്ളാഹു നിശ്ചയിച്ച ഓരോ കാര്യവും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിയാൽ അത് കൃത്യമാണ് അവൻ നിശ്ചയിച്ചിരിക്കുന്നത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗററക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാ റക്കബക. ഇത്ര മനോഹരമായ രൂപത്തിലാണ് അള്ളാഹ് നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലവനാണ്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആകാശത്തേക്ക് നിങ്ങൾ നോക്കൂ, മാ തറാ മിൻ ഫുതൂർ, നിങ്ങൾക്ക് യാതൊരു ഏറ്റക്കുറച്ചിലും കാണാൻ സാധിക്കുകയില്ല. ഫർജിഉൽ ബസർ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. നീ ആകാശത്തിലേക്ക് നിൻ്റെ കാഴ്ചകൾ ഇനി മടക്കുക, ദൂരേക്ക് നോക്കിക്കോളൂ, അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ കഴിയില്ല. കൃത്യമായി സൃഷ്ടിച്ചിരിക്കുന്നു. അത്ര കൃത്യതയുള്ളതാണ് ആകാശഭൂമികളുടെ പടപ്പ്, നക്ഷത്രങ്ങളുടെ വിധാനം, ചന്ദ്രൻ്റെ വരവും പോക്കും. ഈ അടുത്ത് സൂര്യഗ്രഹണമുണ്ടായി, ചന്ദ്രഗ്രഹണമുണ്ടായി. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര കൃത്യമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന ഓർമ്മപ്പെടുത്തലാണത്. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും എങ്ങനെയത് സംഭവിക്കുന്നത്? ചന്ദ്രനിടയിൽ സൂര്യൻ്റെ വെളിച്ചവും സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നെത്തിയാൽ ചന്ദ്രൻ അതിനു മുകളിൽ സൂര്യൻ്റെ നിഴൽ അല്ലെങ്കിൽ ഭൂമിയുടെ നിഴൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചന്ദ്രൻ്റെ ആ വട്ടം കൃത്യമായി മറയുന്ന വിധത്തിലാണ് ഭൂമിയുടെ നിഴൽ പതിക്കുന്നത് അതിന് മുകളിൽ. അങ്ങനെ അത് കൃത്യമായി അവിടെ പതിക്കണമെങ്കിൽ ഇവക്ക് രണ്ടിനും ഇടയിലുള്ള ദൂരം കൃത്യമായിരിക്കണം. ദൂരം കൃത്യമാകുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഒരു വട്ടത്തിലുള്ളൊരു വസ്തു ഈ ലൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവിടെ ഒരു വസ്തു വെക്കുകയാണ്. ഇതിനും ഈ ലൈറ്റിനും ഈ വസ്തുവിനും ഇടയിൽ ഒരു കൃത്യമായ ദൂരം എത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഇവിടെ മറയുള്ളൂ. ഞാൻ പറയാൻ മനസ്സിലായെങ്കിൽ, നിഴൽ കറക്റ്റ് ആവണമെങ്കിൽ ഈ കാണുന്ന വലിയ സൂര്യൻ എത്ര വലുപ്പമുണ്ട്, വളരെ വലുപ്പമുണ്ട്. ഇതിനിടയിൽ ഭൂമിയുണ്ട്, അപ്പുറത്ത് ചന്ദ്രനുണ്ട്. ഇവക്കിടയിലുള്ള ഈ ദൂരം കൃത്യമാകുന്നത് കൊണ്ടാണ് ചന്ദ്രൻ കൃത്യമായി മറയുന്നത്. അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അവൻ ഉദ്ദേശിച്ചാൽ ഇതിനെ കൃത്യമായി സംവിധാനിക്കാനും സാധിക്കും.
എന്ന് ഓർമ്മപ്പെടുത്തലാണ് അതിലുള്ളത്. തിരിച്ചും അതേപോലെ തന്നെയാണ്. നോക്കൂ, ചന്ദ്രനിപ്പുറത്തുനിന്ന് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സൂര്യനതാ മറയുന്നത്. അതാണ് സൂര്യഗ്രഹണം. ഇത്ര വലിയ സൂര്യനെ മറക്കാൻ എന്തിനു സാധിക്കുന്നുണ്ട്? ചന്ദ്രന് സാധിക്കുന്നു. എന്തുകൊണ്ടാണത്? ഇവക്കിടയിലുള്ള ദൂരം കൃത്യമാകുന്നത് കൊണ്ടാണ് ഈ നിഴല കൃത്യമാവുന്നത്. സൂര്യനെ മറക്കാൻ ഇത്രയും വലിയ സൂര്യനെയാണ് ചെറിയ ചെറിയ ചന്ദ്രൻ മറക്കുന്നത്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ദൂരം കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ചത്തെ നിശ്ചയിച്ച രൂപം വളരെ കൃത്യമാണ്. ഏത് കാര്യത്തിൽ എടുത്തു നോക്കിയാലും സൂറത്തുൽ നഹ്ൽ നിങ്ങൾ വായിച്ചു നോക്കൂ, എല്ലാ കാര്യത്തിലും അള്ളാഹു ഇത് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹിക്മ കൗനിയ, ഇത് പ്രാപഞ്ചികമായ ഹിക്മറ്റാണ്. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഹിക്മത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ഹിക്മ ശർഈയ, മതപരമായ ഹിക്മറ്റാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിലുള്ള ഹിക്മത്ത്. അള്ളാഹുവിൻ്റെ ദീനിലെ വിധിവിലക്കുകൾ പരിശോധിച്ചാൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടും. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിയോട് ചിന്തിച്ചാൽ അവൻ്റെ ബുദ്ധി നേരായ നിലയിലാണെങ്കിൽ അവൻ മനസ്സിലാക്കി ഇത് അവിടെ തന്നെ വെക്കേണ്ടതാണ്, ഇതങ്ങനെ പറഞ്ഞാലേ ശരിയാകും, ഇത് അതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ലായിരുന്നു, ഇത് ഇങ്ങോട്ടോ അങ്ങോട്ടോ പറഞ്ഞാൽ അത് പാപം, അതിൻ്റെ ശരിയായ ദിശയിൽ നിന്ന് തെറ്റും. ഒരു സലാം പറയുന്ന നിയമം എടുത്ത് നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോക്കൂ, ഇബ്നു ഖയ്യിം അദ്ദേഹം പറയുന്നു, ഉമ്മത്തുകളെല്ലാവരും ഒരുമിച്ചാലും അതിനെ കവച്ചു വെക്കാവുന്ന ഒരു അഭിവാദ്യം ഇനി പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷിച്ചിരിക്കുന്ന അതിൻ്റെ അങ്ങേറ്റത്തിലെത്തിയ ഒരുത്തിനോട് നിനക്കത് പറയാം. ദുഃഖത്തിൻ്റെ അങ്ങേറ്റത്തെ കാഠിന്യത്തിൽ അകപ്പെട്ട ഒരാളോട് നിനക്ക് പറയാം. രാവിലെ പറയാം, രാത്രി പറയാം, വൈകുന്നേരം പറയാം, ഏത് സമയത്ത് പറയാം. എന്നാൽ മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള അഭിവാദനങ്ങൾ ചില സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് എന്ന് ഒരിക്കൽ ഒരു മകൻ മരിച്ചു കിടക്കുന്ന ഒരാളോട് എങ്ങനെ പോയിട്ട് ഗുഡ് മോർണിംഗ് പറയും? എനിക്ക് പറയാൻ സാധിക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നത് എവിടെയും നിനക്ക് പറയാം. മാത്രമല്ല ഇബ്നു ഖയ്യിം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ക്രമം പോലും കൃത്യമാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യർ ആലോചിച്ച് വർഷങ്ങൾ ചിന്തിച്ചാൽ ആ ഒരു ക്രമം സൃഷ്ടിക്കാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം അള്ളാഹു എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. അത് അദ്ദേഹം പറയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളെക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് ഉപദ്രവം ബാധിക്കാതിരിക്കാനാണ്. ബുദ്ധിയുള്ള ഏതൊരാൾ ചോദിച്ചാലും നേട്ടത്തെക്കാൾ അവൻ ആവശ്യം ഉപദ്രവം ഉണ്ടാവും. ഇപ്പോൾ നിന്നോട് പറയാൻ നിനക്ക് വേണമെങ്കിൽ 10 കോടി തരാം, പകരം ക്യാൻസർ രോഗമായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് സ്വീകരിക്കുക? അസുഖമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നാണ് ആളുകൾ ആഗ്രഹിക്കുക. ഉപദ്രവങ്ങൾ വരാതിരിക്കാനാണ് മനുഷ്യൻ ഒന്നാമത്തെ അവൻ്റെ ആഗ്രഹം. അതാണ് ഉപദ്രവം വരരുത്. അസ്സലാമു അലൈക്കും, ഉപദ്രവം വരരുത്, നിന്നെ അള്ളാഹ് ഉപദ്രവങ്ങൾ കാക്കട്ടെ, ഖലാസ് കഴിഞ്ഞോ, ഇല്ല നിനക്ക് വേണമെങ്കിൽ അധികരിപ്പിക്കാം. വറഹ്മത്തുള്ളാഹ്, ഉപദ്രവമില്ല എന്ന് സുരക്ഷിതമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നന്മക്ക് വേണ്ടിയിട്ടാണ്. വറഹ്മത്തുള്ളാഹ്, അള്ളാഹ് നിനക്ക് കരുണ ചെറിയട്ടെ, നിനക്ക് കൂടുതൽ ഖൈർ തരട്ടെ. ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ അള്ളാഹ് നിനക്ക് കരുണ തരട്ടെ. രണ്ടാമത്തെ അതാണ്. അതും കിട്ടിയാലോ, ഉപദ്രവം ഒഴിഞ്ഞു, ഉപകാരമുണ്ട്, ഇനി എന്താ ആഗ്രഹം? ഇനി ഇത് വർദ്ധിക്കാനാണ് ആഗ്രഹം. വബറകാതുഹു, അള്ളാഹ് നിനക്ക് അതിൽ വർധനവ് നൽകട്ടെ. ബറക്കത്ത് തന്നെ വർധനവാണ്. നമുക്ക് അത് കൃത്യമായ ക്രമത്തിലാണ് സലാമുള്ളത്. ഒരു അസ്സലാമു അലൈക്കും എന്നതിൽ അവസാനിപ്പിച്ചാലും വറഹ്മത്തുള്ളാഹി എന്ന് ചേർത്ത് പറഞ്ഞു, ബറകാത്തു എന്ന് ചേർത്ത് പറഞ്ഞാലും ഇത്ര മനോഹരമാണ്. അത് തന്നെ നോക്കൂ എങ്ങനെയാണ് കൃത്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സല്ലിമു സഗീറു അലൽ കബീർ, ചെറിയ കുട്ടി വലിയ ആൾക്ക് പറയണം. അതുപോലെ തന്നെ വൽമാഷി അലൽ ഖാഇദ്, ഇരിക്കുന്നവനോട് നടക്കുന്നവൻ സലാം പറയണം. നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നടക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് കൂടെ നടന്നാൽ, ഒരാൾ നടന്നു പോയാൽ അയാൾ ഇങ്ങോട്ട് സലാം പറയണം നീ ആഗ്രഹിക്കുക. അത് പറയാത്തിടത്തോളം എവിടെയോ ഒരു പ്രശ്നമുള്ളത് നിനക്ക് അനുഭവപ്പെടും. നീ അങ്ങോട്ട് പറഞ്ഞാൽ നീ പറയേണ്ടതല്ല നീ പറഞ്ഞത് നിനക്ക് തോന്നും, അയാളാണ് പറയേണ്ടത്. അതുപോലെ അവിടുന്ന് പറഞ്ഞു വറാക്കിബു അല അൽ മാഷി, വാഹനത്തിലുള്ളവൻ നടന്നു പോകാനോട് സലാം പറയണം. വൽ കസീറു അലൽ ഖലീൽ, വൽ ഖലീലു അൽ കസീർ, കുറച്ച് ആളുകൾ കൂടുതലുള്ളവരോട് സലാം പറയണം. എല്ലാ രൂപത്തിലും ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം, പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ബാത്റൂമിൽ ഇരിക്കണം, ഓരോ കാര്യത്തിലും കൃത്യമായ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ നിർദ്ദേശം വെച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. അതെ, അതിൻ്റെ ഏറ്റവും കൃത്യമായ സ്ഥലത്താണ്. അത് കണ്ടാൽ ഒരാൾക്ക് ബോധ്യപ്പെടും ഈ ശരീഅത്ത് അള്ളാഹു നിശ്ചയിച്ചതാണ്. കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നോക്കൂ, ഒരു കച്ചവടത്തിൻ്റെ കാര്യത്തിൽ നോക്കൂ, ഒരു നിയമം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരൻ്റെ കച്ചവടത്തിന് മുകളിൽ കച്ചവടം ചെയ്യരുത്. എന്താ ഈ മുകളിൽ കച്ചവടം ചെയ്യരുതെന്നാണ്? അവൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്,
നിൻ്റെ അടുത്ത് ഇതിനേക്കാൾ വില കുറച്ചിട്ട് സാധനം വിൽക്കാൻ പറ്റും. അവൻ കച്ചവടം മറ്റൊരാളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, ഞാൻ നിനക്ക് ഇതിനേക്കാൾ കുറച്ച് തരാമെന്ന് പറയരുത്. എന്തുകൊണ്ട്? കച്ചവടം എന്താ ഹലാലല്ലേ? ആണ്, ഹലാലാണ്. അവൻ കച്ചവടം നടത്തി, ലേലം വിളിക്കുകയല്ല, അതല്ലെങ്കിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് ഒരാൾ കച്ചവടം നേർക്ക് നേരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീ അങ്ങോട്ട് കയറി വന്നിട്ട് നീ പറഞ്ഞ ഇവനേക്കാൾ കുറച്ച് ഞാൻ തരാം എന്ന് പറയരുത്. കാരണം അവൻ്റെ അത് നിങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹ് അത് വിലക്കി. ജനങ്ങൾക്കിടയിൽ ദേഷ്യമുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, തർക്കമുണ്ടാക്കുന്ന എല്ലാ കച്ചവടങ്ങളും വിലക്കി. ഇത് ആരാണ് ഈ പറഞ്ഞു തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ശരീഅത്ത് എത്ര കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് രണ്ടിലും കാണാം, പ്രപഞ്ചത്തിലും കാണാം, ശരീഅത്തിലും കാണാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുക ചിലപ്പോൾ ശരീഅത്തിലെ ഹിക്മത്താണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്തൊക്കെ, മനുഷ്യനെ എവിടെ ഇരിക്കുന്നു, ഒരു രാജ്യത്തെ ബാധിക്കുന്നത്, കുടുംബത്തെ ബാധിക്കുന്നത്, കച്ചവടത്തെ ബാധിക്കുന്നത്, വിവാഹത്തെ ബാധിക്കുന്നത് എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു പോവാണ്. 23 വർഷം 23 വർഷം ഒരു ടീം ആൾക്കാർ ഒരുമിച്ചിരുന്ന് വിവാഹം എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രം കൂടി ആലോചിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്ക് നടക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു നിയമം മാറ്റേണ്ടി വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുൻപ് പറഞ്ഞ നിയമം ഇന്നും പ്രായോഗികമാണ്, കൃത്യമാണ്. അതെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ അപ്പുറത്ത് കാണാൻ സാധിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഹിക്മ അതിൻ്റെ തെളിവിൽപ്പെട്ട. ഇതേപോലെ തന്നെയാണ് ഹുക്മ്, അള്ളാഹുവിൻ്റെ വിധി. ഹിക്മത്ത് പോലെ തന്നെ ഹക്കീം എന്നതിൽ ഹുക്മുണ്ട്. ഹുക്മും ഇതുപോലെ തന്നെയാണ്. ഹുക്മുൻ കൗനി, ഹുക്മുൻ ശർഈ. അള്ളാഹുവിൻ്റെ ശർഈയായ വിധിയുണ്ട്, പ്രാപഞ്ചികമായ വിധിയുണ്ട്. ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് ഖദാ ഖദർ വല്ലാതെ ഉപകരിക്കും. എൻ്റെ ഹുക്ം കൗനി, പ്രാപഞ്ചികമായ വിധി. എന്താ അതിൻ്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിൽ ഒരു കാര്യം ഇപ്രകാരം സംഭവിക്കണമെന്ന് വിധിച്ചാൽ അതെന്ത് ചെയ്യും? സംഭവിക്കും. അതാണ് ഹുക്ം കൗനി, പ്രാപഞ്ചികമായ വിധി. അള്ളാഹു വിധിക്കാത്ത ഒരു കാര്യവും പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല. അള്ളാഹു ഒരു കാര്യം വിധിച്ചോ അത് സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. മാ ഷാ അല്ലാഹു കാന വമാ ലം യശാ ലം യകുൻ. അള്ളാഹു വിചാരിച്ചതെന്തോ, അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്ക് ഇത് പറയണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് എപ്പോൾ മനസ്സിലാവും? അവനത് പറഞ്ഞാൽ, സംഭവിച്ചാൽ നിനക്ക് മനസ്സിലാവും അത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്, അത് ഈ സമയം കൊണ്ട് കുടിച്ചു തീരേണ്ടതായിരുന്നില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നു, അതുകൊണ്ട് കുടിച്ചു തീരാത്തത്. ഒരു കാര്യം സംഭവിച്ചിട്ടില്ല നിനക്ക് ഉറപ്പാണ്, അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഹുക്ം കൗനി, പ്രാപഞ്ചികമായ വിധി. ഹുക്ം കൗനി എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച എന്തായാലും സംഭവിച്ചിരിക്കും, സംഭവിക്കാതിരിക്കില്ല. രണ്ടാമത്തെ ഹുക്ം ശർഈയാണ്, മതപരമായ അള്ളാഹുവിൻ്റെ വിധി. ഹുക്ം ശർഈ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും, അവൻ തൃപ്തിപ്പെട്ടത് മാത്രമേ ശർഈയായ വിധിയായി വരും. മാതാപിതാക്കളെ അനുസരിക്കണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഇതൊക്കെ ഹുക്ം ശർഈയാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഖദാ ഖദറിൽ പല ഇഷ്കാലത്തോടുകൂടി നീങ്ങും. പ്രാപഞ്ചികമായ വിധി അള്ളാഹു ഉദ്ദേശിച്ചത് എന്തായാലും സംഭവിച്ചിരിക്കും. പ്രാപഞ്ചികമായ വിധികളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും സംഭവിക്കും. കാരണം അത് പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ഉഹദിൽ സഹാബികളിൽ ചിലർ മരണപ്പെട്ടു, അവർക്ക് പ്രയാസങ്ങളുണ്ടായി, തുടക്കത്തിൽ പരാജയമുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. ഇത് ഹുക്ം കൗനിയാണ്, അള്ളാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച വിധിയാണ്. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വേദന ഉണ്ടാവുക, പ്രയാസം ഉണ്ടാവുന്ന അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പ്രപഞ്ചത്തിൽ അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ അവൻ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും സംഭവിക്കും. അതിനു പിറകിൽ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന് എന്തുണ്ടായിരിക്കും? മഹത്തരമായ ഹിക്മത്ത് ഉണ്ടായിരിക്കും, യുക്തി ഉണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാൻ. ഉഹദിൽ അങ്ങനെ സംഭവിക്കാൻ എന്താ ഹിക്മത്ത് ഉണ്ടായത്? പല കാരണങ്ങളും യുദ്ധം പഠിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അത് സംഭവിച്ചത് കൊണ്ടുണ്ടായ പല നേട്ടങ്ങളുമുണ്ട്.
പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇല്ലാത്തതും സംഭവിക്കും. ഞാൻ പറഞ്ഞു, ശർഈയായ വിധിയിലോ അവന് ഇഷ്ടമില്ലാത്ത യാതൊന്നും ശർഈയായ വിധിയിൽ ഉണ്ടാവുകയില്ല. എന്നതും വ്യത്യാസം മനസ്സിലായി. കൗനിയായ വിധി, പ്രാപഞ്ചികമായ വിധി അള്ളാഹു വിധിച്ചാൽ നടക്കുക തന്നെ ചെയ്യും. ശർഈയായ വിധിയോ ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിക്കും. നീ നിസ്കരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിൻ്റെ വിധി തെറ്റിയോ? ഇല്ല, അത് ശർഈയായ വിധിയാണ്. ഞാൻ പറഞ്ഞേ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയും ശർഈയായ വിധിയും ഒരുമിപ്പിച്ചവനാണ്. അവൻ മുഅ്മിനാകണമെന്ന് അള്ളാഹു വിധിച്ചതാണ്. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ശർഈയായ വിധി അത് അവനിലൂടെ പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു കാഫിർ, അവനിൽ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധി മാത്രമാണ് നടപ്പിലാകുന്നത്. ശർഈയായ വിധി അവൻ ഒരിക്കലും നടപ്പിലാക്കിയിട്ടില്ല. ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ സംഭവിക്കുന്നത്, പ്രയാസങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് തൃപ്തിയുണ്ടോ? കുട്ടികൾ മരിക്കുന്നത് കാണില്ല നിങ്ങൾ? ഇത്രയും ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ലേ? ഈ കണ്ട പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നില്ലേ? ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതേ ചോദ്യം അദ്ദേഹം പറഞ്ഞേക്കാണ്. അദ്ദേഹം ചില ആൾക്കാർ മതനിഷേധത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? ചെറിയ കുട്ടികൾ കണ്ടില്ലേ, കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. മുകളിലൊരു ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നോക്കി നിൽക്കില്ലായിരുന്നു. എന്തായാലും ഉത്തരം, ഇത് ഹുക്കും കൗനിയാണ്, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയാണ്. ഈ വിധി അവൻ നടപ്പിലാക്കുന്ന അവൻ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതുണ്ടായിരിക്കും. അതിന് പിറകിലെന്തുണ്ട്? ഹിക്മത്തുണ്ട്. ഹിക്മത്തില്ലാതെ, വ്യക്തമായ ലക്ഷ്യമില്ലാതെ, മഹത്തരമായ ഉദ്ദേശമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിൽ ഒരു കാര്യം തീരുമാനിക്കില്ല, അത് അവൻ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും. അത് മനസ്സിലാക്കാൻ, ഈ ഹിക്മത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഒരു രക്ഷിതാവും മകനും തമ്മിലുള്ള കാര്യം. മകൻ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക, ഇതിൽ പൈസ മോഷ്ടിച്ചു. വാപ്പ മകനെ അടിക്കാൻ മോഷ്ടിച്ചതിൻ്റെ പേരിൽ. ഈ മോഷ്ടിച്ച കഥകളോ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വാപ്പ മകനെ അടിക്കുന്ന ചിത്രം മാത്രം കണ്ടാൽ അയാൾ പറയും, എന്തൊരു ക്രൂരനാണ് ഇയാൾ, മകനെ അടിക്കുന്നത്, എത്ര വേദനിക്കുന്നുണ്ട്. എന്നാൽ വാപ്പയുടെ പ്രവൃത്തി ക്രൂരതയുള്ള പ്രവൃത്തിയാണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഇവനിനി മോഷ്ടിക്കരുത് എന്നുള്ളതാണ്. ഇവനിനി മോഷണത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ എന്തൊരു കാര്യം പ്രയാസകരമായത് സംഭവിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടുള്ള അള്ളാഹുവിന് അതിന് പിന്നിൽ വ്യക്തമായ ഹിക്മത്തുണ്ട്. ഹിക്മത്തില്ലാത്ത ഒരു കാര്യവും പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരു കുട്ടി മരിക്കാൻ, ഒരാളുടെ മകൻ മരിക്കാൻ, അല്ലെങ്കിൽ വാപ്പ മരിക്കാൻ, അവന് ഇഷ്ടപ്പെട്ട ഒരാൾ മരിക്കാൻ, അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന പരീക്ഷണത്തിനു വേണ്ടിയാണിത് സംഭവിക്കുന്നത്. വെറുതെ സംഭവിക്കുന്നതല്ല. അതിന് പുറകിലൊരു പരീക്ഷണമുണ്ട്. ഒരു കുട്ടി മരിച്ചു, ചെറിയ കുട്ടി എന്ത് ചെയ്തിട്ടാണ്? അല്ല, ചെറിയ കുട്ടി മരിക്കുന്നതിൽ അവൻ്റെ പിതാവിന് പരീക്ഷണമുണ്ട്, ഉമ്മക്ക് പരീക്ഷണമുണ്ട്, അത് ചുറ്റുപാടുമുള്ളവർക്ക് ഈ പരീക്ഷണം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. നബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. നാം നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ രണ്ടുണ്ടാവും, പ്രപഞ്ചത്തിൽ രണ്ടും സംഭവിക്കും. ഇത് അള്ളാഹു വിധിക്കുന്നത് അവന് എല്ലാം ഇഷ്ടമുള്ളത് കൊണ്ടായിക്കൊള്ളണം. കാരണം ഇത് പരീക്ഷണമാണ് ഇതിൻ്റെ പുറകിലെ ഹിക്മത്ത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരിക്കും മനസ്സിലായോ? ഇത് രണ്ടും നിങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കിയാൽ ഖദാ ഖദറിലെ പല ഇഷ്കാലുകൾ അവസാനിക്കും. അള്ളാഹു ഈ കണ്ട പ്രയാസങ്ങൾ എന്തുകൊണ്ട് വിധിച്ചു? ഹിക്മത്തുണ്ട്. ഹിക്മത്തുള്ളത് കൊണ്ടാണ് വിധിച്ചത്, വെറുതെ വിധിച്ചതല്ല. കാരണം അവസാനം സ്വർഗമുണ്ട്, നരകമുണ്ട്, വെറുതെ വിധിച്ചതല്ല, പരീക്ഷണമുണ്ട്. ഉദാഹരണത്തിന്, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ പഠിപ്പിക്കുന്നു, ഹോംവർക്ക് എഴുതിപ്പിക്കുന്നു, വീണ്ടും തെറ്റിയാൽ ഇമ്പോസിഷൻ കൊടുക്കുന്നു, പിന്നെ തെറ്റിച്ചാൽ ചിലപ്പോൾ അടി കൊടുക്കുന്നു, ചിലപ്പോൾ ചീത്ത പറയുന്നു. ഇതൊന്നും ഒരിക്കലും എന്തിനു വേണ്ടിയല്ല, ഈ കുട്ടിയെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, കുട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യമാണ് ആ പ്രവൃത്തിയെ എന്താക്കുന്നത്? നന്മയാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, അള്ളാഹു ഒരിക്കലും ഷർറായ പ്രവൃത്തി അവൻ ചെയ്യുകയില്ല.
അവനൊരിക്കലും എന്ത് ചെയ്യില്ല, ഷർറായ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല, അവൻ ചെയ്യുകയില്ല. പക്ഷേ അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് സൃഷ്ടികളിൽ ചിലർക്ക് ഭാഗികമായ ചില ഷർറുകൾ അനുഭവിച്ചേക്കാം. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പ കുട്ടിയെ അടിക്കുമ്പോൾ കുട്ടിക്ക് വേദന ഉണ്ടാകുന്നു എന്നത് ഷർറാണ്. പക്ഷേ വാപ്പ കുട്ടിയെ അടിക്കുന്നത് എന്തല്ല, ഷർറല്ല. എന്തുകൊണ്ട്? മനസ്സിലായി ഞാൻ പറഞ്ഞേ? ശരിക്കും മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഇതിന് പല ഉദാഹരണങ്ങൾ പറയാം, ധാരാളം ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ആളുകൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ ഹദീസിൽ വന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. രോഗം പ്രയാസമാണ്, പക്ഷേ രോഗം കൊണ്ട് ഉണ്ടാകുന്ന അനേകം ഖൈറുകൾ ഇപ്പുറത്തുണ്ട്. ആഫിയത്ത് മനസ്സിലാവുന്നു, മനുഷ്യൻ്റെ കിബ്ർ അവസാനിക്കുന്നു. എത്ര ആൾക്കാർ രോഗം കൊണ്ടാണ് നന്നായത്? എത്ര ആളുകൾ രോഗം ബാധിച്ചത് കൊണ്ടാണ് പല ആൾക്കാരും നന്നായത്. ചിലർക്കൊക്കെ രോഗം ഇല്ലെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ കിബിറിലെത്തിപ്പോവും. ഒന്നിടക്കൊന്ന് പനിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ തിരിച്ചു വരും. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യാത്ത്, അവരെ നാം നല്ല രൂപത്തിൽ തിന്മകൾ കൊണ്ടും നന്മകൾ കൊണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണമാണ് ഇതിന് പിറകിലുള്ള ഉദ്ദേശം എന്നതുകൊണ്ടാണ് ദുനിയാവിൽ എന്തുണ്ടാവും, ഷർറുണ്ടാവും, ഖൈറുണ്ടാവും. ഈ പറഞ്ഞ ഷർറാകട്ടെ ഈ ഖൈറാകട്ടെ ഒരിക്കലും എന്തല്ല അള്ളാഹുവിൻ്റെ പ്രവൃത്തി ഷർറാണ് എന്ന് അറിയിക്കുന്നില്ല. കാരണം ഹക്കീമാണ്, അള്ളാഹ് ഹക്കീമാണ്. ഈ ആയത്ത് ഇവിടെ നോക്കൂ, മലക്കുകൾ പറഞ്ഞ വാക്കാണ്, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അള്ളാഹുവെ നീ അലീമ, നീ ഹക്കീമാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് നിനക്ക് സംശയമുണ്ടായാൽ, അള്ളാഹുവിൻ്റെ ദീനിലെ വിധിവിലക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ഇതിൻ്റെ പിറകിലുള്ള ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാകാതെ വന്നാൽ, മലക്കുകൾ പറഞ്ഞ ഈ വാക്ക് അവിടെ യോജിച്ചതാണ്. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അള്ളാഹുവെ നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. നീ എന്തിനത് ചെയ്തു എനിക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചോളാന്നില്ല. അൽ ഹക്കീം, നീ ഹക്കീമാണ്. യുക്തിയുള്ള ഒരു കാര്യമല്ലാതെ നീ പ്രവർത്തിക്കുകയില്ല, എനിക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞു, അള്ളാഹു മനുഷ്യനോട് എന്തൊരു കാര്യം കൽപ്പിച്ചാലും 3-4 കാര്യം അതിലുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ അവന് ഈ കൽപ്പന അതിന് പിറകിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞ ഉപകാരങ്ങളുണ്ടായി. ഉദാഹരണത്തിന് തൗഹീദ് മനസ്സിന് സമാധാനം നൽകും, ഖൈർ നൽകും, ഇങ്ങനെയുള്ള ഹിക്മത്തുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ ചിലപ്പോൾ മനുഷ്യൻ ചില കാര്യങ്ങളിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞ ഹിക്മത്തുകളുണ്ടായിരിക്കും. ചിലതിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ. മറ്റു ചിലതിൽ നേർക്ക് നേരെ നോക്കിയാൽ ചിലപ്പോൾ യാതൊരു ഹിക്മത്തും ചിലപ്പോൾ മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. ചില പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം വെറും പരീക്ഷണം മാത്രമായിരിക്കും. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഇബ്രാഹിം നബിയോട് ഇസ്മായിലിനെ അറക്കാൻ പറഞ്ഞ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കുക എന്നത് അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നില്ല. നടപ്പിലാക്കാൻ പറഞ്ഞോ? ഇല്ല, നടപ്പിലാക്കില്ലല്ലോ. ഇസ്മായിലിനെ കൊന്നോ? ഇല്ല. പിന്നെന്തിനാ കൽപ്പിച്ചത്? പരീക്ഷണമാണ്. അനുസരിക്കുമോ എന്ന പരീക്ഷണം മാത്രമായിരുന്നു അതിൻ്റെ ഉദ്ദേശം. കൽപ്പന നിറവേറ്റുക എന്ന ഉദ്ദേശം പോലും ഉണ്ടായിരുന്നില്ല, പരീക്ഷണം മാത്രമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഈ രൂപത്തിലാണ്, അവൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഉള്ള പരീക്ഷണം. ഇത് സഹോദരങ്ങളെ മനസ്സിലാക്കിയാൽ ധാരാളം ഇഷ്കാലുകൾ അള്ളാഹ് ഖദറിലും മറ്റുമൊക്കെ നീങ്ങുന്നതാണ്. കുറച്ച് അധികം അടുത്തുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. اللهم اغفر لنا وللمسلمين والمسلمات. اللهم اغفر لنا وللمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.